പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചത് ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ്. അതിൽ അധ്യക്ഷനായിരുന്നത് ഫാദർ സുരേഷ് ആന്റണിയാണ്. ഇന്ന് രാവിലത്തെ ഈ സമരം സാധാരണ നമുക്കറിയാം, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വളരെ വൈകാരികമായിട്ടാണ് നമ്മൾ, പ്രത്യേകിച്ച് ഇടുക്കി ജനത, ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ കാണുന്നത്. തമിഴ്നാട്ടിൽ എന്താണോ അതേ രീതിയിലുള്ള വികാരം നമുക്കുണ്ട്. പക്ഷേ മുൻപ് കണ്ടിരുന്ന പോലത്തെ ഒരു തീവ്രമായിട്ടുള്ളൊരു സമര രീതികളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആളുകൾ നിരാശരാണോ? അങ്ങനെ പറയാൻ, നിരാശരാന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആൾക്കാർക്ക് ആശങ്കയുണ്ട്, പേടിയുണ്ട്. അപ്പോൾ ആ പേടി ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ പേരിൽ ഞങ്ങൾ ലോകത്തെ അറിയിക്കുകയാണ്, അധികാരികളെ നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ആൾക്കാരുടെ പേടി മാറിയിട്ടില്ല. ഈ ഒത്തിരി ഭരണം അങ്ങനെ മാറിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആൾക്കാരുടെ പേടി ഇതുവരെയും മാറിയിട്ടില്ല. അപ്പം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആശങ്കയും ഇതിനൊരു ശാശ്വതമായ നിരന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണം. ഇത് ഈ മഴ സമയത്ത് മാത്രം ഇത് പൊങ്ങി വരേണ്ട ഒരു സാഹചര്യം, ഒരു കാരണമായി മാറരുത്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഈ ആൾക്കാരുടെ ജീവിതം സമാധാനമായി, പേടിയില്ലാതെ സമാധാനമായി ഇവിടുത്തെ ജനങ്ങള് ജീവിക്കണം. സ്വത്തിനും ജീവനും സംരക്ഷണം ഉണ്ടാകണം. ഈ തലമുറയ്ക്കല്ല, വരും തലമുറയും സമാധാനപരമായി ജീവിക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ, ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഫാദർ സുരേഷ് ആന്റണി പറഞ്ഞ പോലെ ഈ പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. 2006 തുടങ്ങിയതാണ് ഈ മുല്ലപ്പെരിയാർ പ്രക്ഷോഭം. 2011 തീവ്രമായി പിന്നീട് അങ്ങ് തണുത്തുപോയി. അതിന് പല കാരണങ്ങളുണ്ട്. ഈ മുല്ലപ്പെരിയാർ സമരസമിതിയെ പിളർത്താൻ വേണ്ടിയുള്ള ചില ബാഹ്യ ഇടപെടലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെയും ഇതേ രീതിയിലുള്ള ഒരു തീവ്ര നിലപാടുമായി മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് പോകുമോ? സമരസമിതി ഇപ്പോൾ തീരുമാനം ഉണ്ടാകുന്നവരെ സമരസമിതി എന്നും സമരവുമായിട്ട് മുന്നോട്ട് പോകും. അത് ഞങ്ങൾ ഇത്രയും 19 വർഷമായിട്ടും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ സജീവമായിട്ട് ഞങ്ങൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അത് അറിയിച്ചു കഴിഞ്ഞു. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ഒക്ടോബർ 10 ശേഷം വീണ്ടും കൂടി ഞങ്ങൾ അടുത്ത സമര പരിപാടികൾ പ്ലാൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ കൂടുതൽ സജീവമായിട്ട് ഇതിനൊരു അന്തിമ ഫലം കാണുന്നവരെ, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ആ ഭീതി, അതിന് ശാശ്വതമായൊരു പരിഹാരം കാണുന്നവരെ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. വളരെയധികം നന്ദി. നിരവധി തിരക്കുകളുണ്ട്. കാരണം ഇപ്പോഴും പല ആരോപണങ്ങളും ഈ സമരസമിതി നേതാക്കൾക്കെതിരെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ സമരസമിതിയെ പൊളിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തുടക്കം മുതൽ ഈ സമരസമിതിയുടെ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ 2011 മുതൽ പല പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളാണ് ഈ നിൽക്കുന്നവരൊക്കെ. എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു ജനങ്ങളുടെ ഭീതി? സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കർണാടകയിലെ ഡാമിന്റെ ഷട്ടർ തകർന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ. ആ ഒരു ഡാമിന്റെ ഷട്ടർ തകർന്നപ്പോൾ തന്നെ പല ജില്ലകളും വെള്ളത്തിനടിയിലാകുമെന്ന ആശങ്കയൊക്കെ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ, അത് ജലബോധമായി ഇങ്ങനെ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്, അത് തകർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പല ജില്ലകളും, അതായത് കേരളം തന്നെ രണ്ടായി പിളരുമെന്ന രീതിയിലുള്ള ഒരു ഭീതിയാണുള്ളത്. മന്ത്രി പറയുന്നുണ്ട് ആശങ്ക പരത്തണ്ട, അങ്ങനെയുള്ള ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് അത്ര ഒരു ഭീതിയുണ്ടോ? ഇങ്ങനെ മുല്ലപ്പെരിയാർ പൊട്ടുമെന്നൊരു ഭീതി ഉണ്ടോ നിങ്ങൾക്ക്? മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഈ പഠനം നടത്തിയിട്ടുള്ള ഏജൻസികളെല്ലാം പറഞ്ഞ് മുല്ലപ്പെരിയാർ ഡാം ദുർബലമാണ്. ഈ ഗവൺമെന്റുകളും പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ദുർബലമാണ്. ഗവൺമെന്റ് മിനിസ്റ്റർമാരും ഗവൺമെന്റും പറയുന്നത് ജനങ്ങൾ ഭീതിപ്പെടണ്ട എന്നുള്ള ഇതിലാണ് പറയുന്നത്. ജനങ്ങൾ അതിന്റെ പേരിൽ ജനങ്ങൾ വേവലാതിപ്പെടേണ്ട, പാനിക് ആകണ്ട എന്നുള്ള ഇതിൽ മാത്രമേ പറയുന്നുള്ളൂ. മുല്ലപ്പെരിയാർ ഡാം ദുർബലമാണെന്നുള്ളത് എല്ലാ പഠന റിപ്പോർട്ടുകളും അത് തന്നെയാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാം ദുർബലമാണെന്നുള്ളത്. കാരണം ഈ ഒരു വിഷയത്തിൽ മെയിനായി ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ, ഇതിപ്പം തമിഴ്നാടിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവിടുത്തെ ഓപ്പോസിറ്റ്, ഇപ്പോൾ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമാണെങ്കിലും എല്ലാ പാർട്ടികളും ഇതിനെ വ്യക്തമായിട്ട് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരളം ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന്റെ പകുതിയോളം നാമാവിഷ്ടമാകപ്പെടുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ 5 ജില്ലകളാണ് മരുഭൂമിയായി പോകുന്ന ഒരു സാഹചര്യമുള്ളത്. കാരണം 5 ജില്ലകൾ എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാറിന്റെ ജലം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ജില്ലയാണ് 5 ജില്ലകൾ എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ആ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയൊരു വിഷയമാക്കി തമിഴ്നാടിന്റെ ശത്രുതയോടുകൂടി നമ്മൾക്ക് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ആ സാഹചര്യത്തിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവിടുത്തെ ഭരണകക്ഷി, പ്രതിപക്ഷം അടക്കം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇതിന്റെ യാഥാസ്ഥിതി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുള്ളൂ. അതിന് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ് അടക്കം ഇതിന്
സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ഉചിതമായിട്ടുള്ള തീരുമാനം എത്തിച്ചേരുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം അവിടെ വേണമെന്ന് പറയുന്നവരും അത് സുരക്ഷിതമാണെന്ന് പറയുന്നവരൊക്കെ വാദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇനി മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ അവിടുത്തെ ജലം ഉൾപ്പെടെ സംഭരിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അതിനെ തടയാനുള്ള ശേഷി ഇടുക്കി ഡാമിനുണ്ട് എന്ന്. പക്ഷെ അവിടെയും കാണേണ്ടത് ഈ മുല്ലപ്പെരിയാർ മുതൽ, അതായത് വള്ളക്കടവ്, പിന്നെ ചപ്പാത്ത്, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾ, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളൊന്നായ, അതായത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പഞ്ചായത്തുകളൊന്നായ വണ്ടിപ്പെരിയാർ, ഈ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകും. അതായത് അവിടെ ജലം സംഭരിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു ഭീതി സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇവിടുത്തെ ആളുകൾ, അതായത് ചെറിയൊരു പ്രളയം വന്നപ്പോൾ തന്നെ ഇവിടെ പല വീടുകളും മുങ്ങിപ്പോയതാണ്. ഈ കാര്യം ബോധിപ്പിക്കാനായിട്ട് ഇവിടുത്തെ അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പഞ്ചായത്ത്, വിവിധ പഞ്ചായത്തുകളുണ്ട്, ഈ പറയുന്ന അയ്യപ്പൻകോവില് അല്ലെങ്കിൽ ഉപ്പുതറ, വണ്ടിപ്പെരിയാർ പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളുടെ ഭരണസമിതി പോലും അത്ര ഒരു തീവ്രമായ നിലപാടുകളിലേക്ക് അങ്ങനെ പോകുന്നുണ്ടോ അവര്? തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ മുഴുവൻ പഞ്ചായത്തുകളും ഈ നദിയുടെ കരയിൽ താമസിക്കുന്നവരുടെ ഉപരിയായുള്ള പഞ്ചായത്തുകൾ പോലും ഈ ഡാം സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നല്ലതായ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാത്തതിന്റെ കാരണം കൊണ്ടാണ് സത്യത്തിൽ ആൾക്കാർ വിഷമിക്കുന്നത്. എന്നാണെന്നറിയോ, ജനങ്ങൾ ആശങ്കയിലാണ് നിൽക്കുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ കീഴിൽ താമസിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർ ഒരു ദിവസം പോലും കിടന്നുറങ്ങുന്നില്ല. ഈ സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ഞങ്ങളുടെ പിള്ളേരും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിനോ അവർക്ക് വൈദ്യുതി എടുക്കുന്നതിനോ ഞങ്ങളൊരു നിയമ തടസ്സങ്ങളുമില്ല. ഞങ്ങളെ സുരക്ഷിതം, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്നതും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, നമ്മുടെ പിള്ളേരെയും സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റ് ഒരു പ്രശ്നത്തിലും അവരോട് നിസ്സംഗമായ രീതിയിലാണ് ഞങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടിലെ നല്ലവരായ ആൾക്കാർ, അവർക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ വെള്ളം കിട്ടിയല്ല. ഈ 999 വർഷത്തേക്കുള്ള എഗ്രിമെന്റെന്നോ പാട്ടക്കരാറെന്ന് പറയുന്നത് ഒരു രാജ്യത്തും നടക്കാത്ത ഒരു സംഭവമാണ്. ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ 8 തലമുറ കഴിഞ്ഞാൽ പോലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഈ പ്രശ്നത്തിന് അടിയന്തരമായി തമിഴ്നാട് ഗവൺമെന്റിന്റെ ആൾക്കാരുമായി സംസാരിച്ച് ഒരു രമ്യതയിലാക്കിക്കൊണ്ട് അവർക്ക് യഥേഷ്ടം വെള്ളം കൊടുക്കുവാനും യഥേഷ്ടം വൈദ്യുതി കൊടുക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് പുതിയ ഒരു സംവിധാനത്തിലൂടെ ഈ ഡാം സുരക്ഷിതമാക്കുവാന്ന് മാത്രമേ ഞങ്ങളുടെ പ്രശ്നമുള്ളൂ. ഇത് മണ്ണ് യഥാർത്ഥത്തിൽ ഒരു കെട്ടുകയ്യാലിയാണ്. ഈ കെട്ടുകയ്യാലി എന്ന് പറയുന്നത് ഇതിന്റെ നിരന്തരം ഞങ്ങൾ ഈ വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ ഞെട്ടുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വയനാട് ദുരന്തം, ഇപ്പം കർണാടകയുടെ ഒരു ദുരന്തം, ഇങ്ങനെ നിരന്തരം ദുരന്തം വരുമ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും ഈ ടി വിയിൽ ഇത് കാണുമ്പോൾ മാധ്യമങ്ങളിൽ കൂടെ വരുന്ന വാർത്ത കൊണ്ട് സത്യത്തിൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഒരു ദിവസം പണിയുന്നത് നാളെ പണിതാൽ ഇത് കിട്ടുമോ ഇല്ലോ എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ പോലും നിവൃത്തിയില്ല. ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഭീതിപ്പെട്ട് നിൽക്കുവാണ്. ഇതിന് ഈ ഭീതിപ്പെടുത്തുന്ന ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഇങ്ങനെ ഒരു സംരംഭം നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളോട് നന്ദി പറയൂ. എന്നറിയാം, ഞങ്ങളുടെ വികാരം ഞങ്ങൾ ആരോട് പറയാൻ പറ്റും? ഞങ്ങൾക്ക് ആര് പറയാൻ, ഞങ്ങൾ ആര് പറയും? ജനപ്രതിനിധികളെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും സത്യത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അവരൊരിക്കലും ഡാം പണിയരുതെന്ന് പറയുന്നില്ല. നമ്മുടെ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചാണെന്ന് പുള്ളി ഈ ഡാം പണിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് എടുത്തുകൊണ്ട് ഇതിന് ഡാമിന് അടിയന്തരമായി ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കുക, ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരിക. അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റും അതിന് സുപ്രീം കോടതിയും അടിയന്തരമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ ഞങ്ങളുടെ ജീവിത പ്രശ്നമാണെന്നുള്ള ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേയറ്റം യാചിക്കുകയാണ്. ഞങ്ങൾ കരയുകയാണ്. ഞങ്ങളുടെ മക്കളെ ഓർത്ത് കരയുകയാണ്. ഞങ്ങൾ ഈ ദുരിതം കണ്ട് പേടിച്ച് വിറയ്ക്കുവാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, ഞങ്ങൾ കാല് പിടിക്കുന്നു. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് പറയാനില്ല. ഭരണകൂടം ഈ ചേട്ടന്റെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കണം, വാക്കുകളൊന്ന് കേൾക്കണം. എത്ര വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു മനുഷ്യന്റെ മാത്രം പ്രശ്നമല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ മുല്ലപ്പെരിയാർ സമരസമിതി ശബ്ദമുയർത്തുന്നത്. അതായത് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതുവരെയും വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ഒരു മനുഷ്യനുണ്ട് ഇവിടെ, ശ്രീ ഷാജി പി ജോസഫ്. ഇതിന്റെ
ചെയർമാൻ, ഈ സമരസമിതിയുടെ ചെയർമാൻ, അങ്ങനെ നിരവധി ചെറുപ്പക്കാർക്ക് ഇവിടുത്തെ പ്രശ്നം എത്രത്തോളം ഗൌരവമുള്ളതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ, അതായത് അവിവാഹിതരായ ചെറുപ്പക്കാരുടെ കണക്കെടുത്ത് നോക്കണം. ഈ ഇടുക്കിയിലും പരിസര പ്രദേശങ്ങളുമായി 10,000-കണക്കിന് യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ മേലാത്ത, അതായത് പെണ്ണ് കിട്ടാത്തൊരവസ്ഥ പോലും ഉണ്ട് എന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയ്ക്കും വൈകാരികമായിട്ടുള്ള പ്രശ്നം ഈ നാട്ടിലുണ്ട്, ഈ ഇടുക്കി ജനത നേരിടുന്നുണ്ട്. ഇടുക്കിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്, കേരളത്തിലെ ഒരു പകുതിയോളം വരുന്ന ഭൂപ്രദേശത്തെ, അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതില് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ അനിവാര്യമാണ്, അതിവേഗത്തിലുള്ള ഇടപെടൽ അനിവാര്യമാണ്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൂടി ഒരു തമിഴ്നാട് സർക്കാരിനെയും അതോടൊപ്പം കേരള സർക്കാരിനെയും ഒന്നിച്ചിരുത്തി ഒരു സമവായ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുകയാണ് വേണ്ടതെന്ന നിർദ്ദേശം തന്നെയാണ് വരുന്നത്. നിരവധി ആളുകൾക്ക് അവരുടെ വികാരങ്ങൾ പങ്കുവെക്കാനുണ്ട്, ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഈ ചർച്ചയിലേക്ക് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.